നമുക്ക് വീട് വേണം, മരങ്ങളും വേണം, നമുക്ക് റോഡ് വേണം, പക്ഷേ പ്രകൃതിക്ക് ദോഷവും ഉണ്ടാവരുത്. ഇത് രണ്ടും കൂടെ സമരസപ്പെടുന്ന രീതിയിലുള്ള ഒരു വികസന കാഴ്ചപ്പാട് എന്താണ് താങ്കളുടെ ഭാഗത്തുള്ളത്? ലോകത്തിന് മുമ്പിൽ ഒരു വലിയ അജണ്ടയുണ്ട്. ഒന്ന് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ്. നമ്മൾ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള അർബൻ സെറ്റിൽമെൻറ്റ്. ലോകത്തിന് മുഴുവൻ അപകടകരമായ പദം നഗരങ്ങളെല്ലാം വികസിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതാണ് ഏറ്റവും വലിയ ലോകത്തിന് മുമ്പിലുള്ള വെല്ലുവിളി. സന്തുലിതാവസ്ഥ നിലനിർത്തണം. അതേസമയം ഈ അർബനൈസേഷനെ നമ്മൾ ചെറുക്കേണ്ട കാര്യം. അർബനൈസേഷൻ വന്ന് തീർന്നു കഴിഞ്ഞു. അപ്പോൾ അർബനൈസേഷനെ എങ്ങനെ സന്തുലിതമായിട്ട് നമ്മൾ വികസന പരിപ്രേക്ഷ്യത്തിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചുള്ള മൂന്നാം ലോക രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രകൃതി തന്നെയാണ്, പരിസ്ഥിതി തന്നെയാണ്. പരിസ്ഥിതി കോട്ടം വരുന്ന രീതിയിലുള്ള വികസനം നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇപ്പോൾ ഇവിടെ ശാസ്തമംഗലത്ത് കഴിഞ്ഞ ദിവസം മരങ്ങൾ വെട്ടുന്നതുമായി ബന്ധപ്പെട്ട, പക്ഷേ അത് ആ നാട്ടുകാരുടെ ഒരു പ്രധാന ആവശ്യമാണ് അവിടെ ആ റോഡ് വികസിപ്പിക്കാൻ. അപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള ചില പ്രകൃതി സ്നേഹികൾ അവിടെ ചെന്നിട്ട് അതിനെ വിമർശിക്കുകയും, പക്ഷേ നാട്ടുകാരുടെ ആവശ്യം മറ്റൊന്നാണ്. ഈ നാട്ടുകാരെന്ന് പറയുന്ന ആൾക്കാർ, അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ, ശാസ്തമംഗലത്ത് കുറച്ച് നാളുകളായിട്ട് ഈ സെൻട്രൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. അതിൻ്റെ അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ പറയാം. ഈ നാട്ടുകാരെ യഥാർത്ഥത്തിൽ ബോധവൽക്കരിക്കേണ്ട ചില ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. PWD, റോഡ് ഫണ്ട് ബോർഡ്, അല്ലെങ്കിൽ സർക്കാർ. ആ തലത്തിനകത്ത് എന്തുകൊണ്ടാണ് ഈ പരിസ്ഥിതിവാദികൾ അവിടെ വരുന്നതെന്ന് ബോധവൽക്കരിക്കും. പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്നത് എണ്ണത്തിൽ കുറവാണ്. ഇതിനകത്തല്ല, ഇത് പരിസ്ഥിതിവാദികളല്ല. പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടാനായിട്ട് അതിന് മുമ്പ് അനുമതി വാങ്ങിക്കണം എന്നുള്ളത് സർക്കാർ ഓർഡറുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് സംസ്ഥാന തലത്തിൽ നിയമിച്ച കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ഞാൻ. അതിൻ്റെ ഒഫീഷ്യലായിട്ട് എനിക്കൊരു റോളുണ്ട്. ഇത് നമ്മളിന്ന് ശാസ്ത്രങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാത്തൊരു കാര്യം ഞാൻ പറയാം. 30 മരങ്ങളിൽ 26 മരം വെട്ടാനായിട്ട് ഓർഡറിൽ ഒപ്പിട്ട ഒരാളാണ് ഞാൻ. നമ്മൾ 30 മരങ്ങൾ തടസ്സമായിട്ട് വരുന്നു. അതിൽ 26 മരങ്ങൾ ഒപ്പിട്ടു. 26 മരങ്ങൾ ഒപ്പിടുമ്പോഴും ആകെപ്പാടെ 4 മരങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും വെട്ടേണ്ടാത്ത 4 മരങ്ങൾ. ഇപ്പം നമുക്കൊരു ഈ സ്ലോട്ടർ നമ്മുടെ ഈ കൻ്റോൺമെൻറ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം നടന്നതാണ്. മന്ത്രിമന്ദിരങ്ങൾക്ക് വേണ്ടി സ്ലോട്ടർ കട്ടിങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നേരെ ഈ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന ഭൂമി കണ്ടിട്ടില്ല. ഇപ്പോൾ ഫൈൻ ആർട്സ് കോളേജ് നടക്കാൻ പോകുന്നത് ഭൂമി കണ്ടിട്ടില്ല. വെട്ടി നിരപ്പാക്കി ഒരു മരങ്ങൾക്ക് അതിനകത്ത് സ്ഥാനമുണ്ട്. നമ്മൾ പ്രകൃതിയെ സ്ഥാനമുണ്ടെന്ന് അടയാളപ്പെടുത്താതെ നമ്മൾ സൈറ്റ് പ്ലാൻ തയ്യാറാക്കുന്ന ഇതാണ്. എന്തുകൊണ്ട് 4 മരം ഞങ്ങൾ 3 മരങ്ങളെ രക്ഷിക്കാനെത്തും, 4ാമത്തെ മരമാണ് വെട്ടിയപ്പോഴാണ് വലിയ പ്രശ്നമുണ്ട്. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് ഇത് കാണാത്ത ആൾക്കാരൊന്ന് പ്ലാൻ തയ്യാറാക്കും. ഡൽഹിയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ മദ്രാസിൽ ഇരുന്നിട്ട് പ്ലാൻ തയ്യാറാക്കും. താങ്കൾക്ക് നാട്ടുകാരെ ഒരുപക്ഷെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, ഇൻസെൻസിറ്റീവായിട്ടുള്ള ബ്യൂറോക്രസിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ താങ്കൾക്ക് അടുപ്പമുള്ള ഇവിടുത്തെ ഭരണാധികാരികളെ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ താങ്കൾക്കോ സുഗതകുമാരി ടീച്ചറിനെ പോലെയുള്ളവർക്കോ അവരെ എന്തുകൊണ്ട് ഇത് ഒന്നും അവരുടെ മനസ്സ് തുറപ്പിക്കാൻ സാധിക്കുന്നില്ല? അവരുമായിട്ട് നിരന്തരം നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഒരു കമ്മിറ്റി തന്നെ വന്നത്. കമ്മിറ്റി വന്നിട്ട് നിങ്ങളോടൊരു കാര്യം പറയട്ടെ, സത്യം പറയട്ടെ, ഈ മരം വെറുക്കുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കരഞ്ഞപേക്ഷിച്ചു, മന്ത്രി ഇത് പരിശോധിച്ചിട്ട് വെട്ടാം. ആ പരിശോധിച്ച പറ്റി ഞാനും സുഗതകുമാരി ടീച്ചറും കൂടെ, സുഗതകുമാരി ടീച്ചറിന് എത്ര വയസ്സായിപ്പം, ടീച്ചറും ഞാനും ഞങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളും കൂടെ അദ്ദേഹത്തിന് മന്ത്രിയുടെ വീട്ടിൽ ഒരു ദിവസത്തിൽ രാത്രി 7:30 പോയി കാണുകയും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്ന് പരിശോധിച്ചിട്ട് വെട്ടാമെന്ന് അത്രയും നമ്മൾ പറയുന്നുള്ളൂ. പരിശോധിച്ചിട്ട് വെട്ടാം. ഞങ്ങൾ മരമൗലികവാദികൾ എന്നൊക്കെ പറഞ്ഞ കപട പരിസ്ഥിതിവാദികൾ മുദ്രയടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ചെന്ന് വളരെ ടീച്ചറിനെ കുറിച്ചും ആരോപണം, ടീച്ചർ വെച്ച വീടും അവിടെ മുഴുവൻ മൊട്ടക്കുന്നി, ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഒരു സ്ലോട്ടറിങ് നടത്തിയിട്ടാണ് ടീച്ചറും അവിടെ ഫ്ലാറ്റ് വെച്ചതെന്നൊക്കെ ഉള്ള വാദങ്ങളുണ്ട്. അല്ല, അതൊക്കെ വാദങ്ങളല്ലേ. ഇതിൻ്റെ സത്യാവസ്ഥ ഏതാണ്? ഈ സത്യം ഈ തിരിച്ചറിയുന്നതിന് നുണ ചെരുപ്പേറി നടക്കുമെന്ന് പറയാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ മലയാളികളുടെ മൊത്തത്തിലുള്ള ഒരു മാനസിക ഘടനയുടെ ഒരു പ്രശ്നമുണ്ട്. ഒരു മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഒരു തങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തോട്ടൊന്ന് മാറി ചിന്തിക്കാനുള്ള അവരുടെ ഒരു വിമുഖത ഇതിനകത്തെ ഒരു പ്രധാന പ്രശ്നമാണ്. വിമുഖതയുണ്ട്. പക്ഷേ അതിനകത്ത് എന്താ പ്രശ്നം വെച്ചാൽ ബോധവൽക്കരണം നടക്കുന്നില്ല. ഞാൻ ഈ മഴവെള്ളം സംഭരിക്കണം എന്നുള്ളത്, ജലം നമുക്ക് നാട്ടിൽ കുറവാണെന്നുള്ളത് വളരെ വ്യാപകമായിട്ട് ബോധവൽക്കരണത്തിലൂടെയാണ് നമുക്ക് തോന്നിയത്. അത് കേരളം ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. ഇപ്പം പലതരം ക്യാമ്പയിൻസ് പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ. അതിലും തമിഴ്നാട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെക്കാൾ വളരെ വളരെ മുമ്പിൽ പോയിട്ടുണ്ട്. കാരണം നമുക്ക് ഗതികെട്ടും. തമിഴ്നാട്ടിൽ വെള്ളം ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ജലസമൃദ്ധി എന്ന് പറയുന്നത് നമുക്ക് ജലം ഒരു വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതേപോലെ ഈ പാർപ്പിട നിർമ്മാണ മേഖലയിലാണ് ഇതിൻ്റെ ഒരു സമാന്തര
താങ്കളുണ്ട്, നേരത്തെ ലാറി ബേക്കറിനെ പോലെയുള്ള വ്യക്തികളൊക്കെ സംസ്ഥാനത്തുണ്ട്. പക്ഷേ ഒരു കാര്യമായ ഒരു മാറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടുണ്ടോ? അതോ ഒരു ഓരം ചേർന്നുള്ള ചില പ്രവർത്തനങ്ങൾ? അല്ലല്ല, തീർച്ചയായിട്ടും കേരളത്തിൽ ഞാൻ പറയട്ടെ, കേരളം ലോകത്തിൻ്റെ മാതൃകയായില്ലേ? കേരളത്തിലെ ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണ മാതൃകകൾ ലോകത്തിന്റെ മാതൃകയായി. അല്ല, മലയാളികൾ എത്രത്തോളം അതിനെ തീർച്ചയായിട്ടും ഇപ്പം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതകാലത്ത് ചെയ്തു തീർക്കാൻ ഒക്കാത്ത രീതിയിലുള്ള റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇമെയിൽ മാത്രം, എൻ്റെ ഹാബിറ്റാൻ്റെ ഇമെയിൽ മാത്രം ഒരു വർഷം വീട് വയ്ക്കാൻ, വളരെ ആത്മാർത്ഥമായിട്ട് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ലക്ഷക്കണക്കിന് മെയിലാണ് വരുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഒക്കാത്ത ലക്ഷങ്ങൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം ചില കേരള സമൂഹം നമുക്ക് ആൾക്കാരില്ല എന്നുള്ളതാണ് അതിനകത്ത്. കാരണം വളരെ ചെറിയ ചില സന്നദ്ധ സംഘടനകൾ, ഇപ്പം കോസ്റ്റ് ഫോണുണ്ട്, അല്ലെങ്കിൽ നിർമ്മിതി കേന്ദ്രമുണ്ട്, ചില വ്യക്തികളുണ്ട്, ജയഗോപാലിനെ പോലെ വ്യക്തികൾ, അത്ര അതിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു 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 വലിയ പ്രസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ഈ പണ്ടത്തെ ലോറി ബേക്കർ ഒരാളായിരുന്നില്ല, അതിൽ നിന്ന് ഒരു ചിലവ് കുറഞ്ഞ പ്രസ്ഥാനം ഇത്രയും വലുതായില്ല. ഈ ലോകത്തിന് മാതൃകയായിട്ട് മാറി എന്നുള്ളതാണ്. ലോകത്തിന് മാതൃകയായിട്ട് ഇന്ത്യയിലെ പല കാര്യങ്ങളിലും നമ്മളെ സജീവമായിട്ട് ക്ഷണിക്കുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന ചില ഇതൊരു അംഗീകാരം, ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണ പ്രസ്ഥാനത്തിന് കിട്ടിയ അംഗീകാരമാണ്.